നിന്നാലും വന്നാലും തൊഴുതാലും വിവാദം. അതാണല്ലോ ഇപ്പോൾ VDS സർക്കാരിന്റെ ട്രെൻഡ്. ആ ട്രെൻഡിന് പിന്നാലെ പിടിച്ച CPMന്റെ വാല് മുറിഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിനെത്തിയ മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും പ്രോട്ടോകോൾ ലംഘനം നടത്തിയതായിരുന്നു ആരോപണം. എന്നാൽ അതിൽ വിശദീകരണവുമായിട്ട് മുഖ്യമന്ത്രിയും ഒപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡും രംഗത്ത് എത്തിയിട്ടുണ്ട്. 5 നെയ്വിളക്ക് വഴിപാട് ടിക്കറ്റ് എടുത്താണ് മുഖ്യമന്ത്രി ക്ഷേത്രത്തിനകത്ത് കടന്നത്. 5 പേർക്ക് ദർശനം നടത്താം എന്നിരിക്കെ അകത്തു കടന്നത് 4 പേർ മാത്രമാണെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. ഭക്തരെ തടയുന്ന നടപടി ഉണ്ടായിരുന്നില്ല. ഒരാളുടെയും ദർശനം മുടങ്ങിയിട്ടുമില്ല. പായസം കൊണ്ടുപോകുന്ന സമയത്ത് 15 മിനിറ്റോളം ഭക്തർക്കൊപ്പം കാത്തുനിന്ന ശേഷമാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. ഇതെല്ലാം തുറന്നു പറഞ്ഞത് ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. മറിച്ചുള്ള പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി M. ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ദർശനം നടത്തിയത് പുലർച്ചെയാണെന്നും അത് നിയമപ്രകാരമായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അരുണും വ്യക്തമാക്കി. ഞായറാഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗുരുവായൂർ ദർശനം നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായിട്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥനും രംഗത്തെത്തിയിരുന്നു. അവധി ദിവസങ്ങളിൽ VIP സന്ദർശനം പാടില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ മുഖ്യമന്ത്രിയും സംഘവും നിയമലംഘനം നടത്തിയതായിട്ട് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല ഒഴികെ മറ്റു മന്ത്രിമാർ ആരും തന്നെ വരുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും പ്രതികരണവും ഏറെ ശ്രദ്ധ നേടി. 1000 രൂപയുടെ ടിക്കറ്റ് എടുത്താണ് ഗുരുവായൂർ താൻ സന്ദർശനം നടത്തിയതെന്നും VIP ദർശനം എന്ന ആരോപണം തെറ്റാണെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു. കൂടാതെ തന്റെ ഒപ്പം ഒറ്റ ഗൺമാനായിരുന്നു ഉണ്ടായിരുന്നതുള്ളൂ എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. VIP ദർശനം മൂലം രാവിലെ മുതൽ വരി നിന്ന ഭക്തർക്ക് അവസരം നിഷേധിക്കപ്പെട്ടുവെന്ന് ഇടതുപക്ഷ പ്രൊഫൈലുകളും പ്രചരിപ്പിച്ചിരുന്നു. അതിനെല്ലാം ഒരൊറ്റ വാക്കിലൂടെ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വന്നതോടെ CPM നാണം കെടുകയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നു, കാണാം. ഇവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്നു. ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ ഉണ്ടാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്നു. ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്.